പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമോ വലിയ അഴിമതിയോ അല്ല. പകരം സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ നൽകിയിരിക്കുന്ന ഒരു മുട്ടയാണ്. അതെ, വർഷങ്ങളായി സർക്കാർ സ്കൂളുകളിലെ മിഡ് ഡേ മീലിന്റെ ഭാഗമായി ലഭിച്ചിരുന്ന മുട്ട ചില സ്കൂളുകളിൽ ഇനി ഉണ്ടാകില്ലെന്നാണ് സർക്കാർ തീരുമാനം. കാരണം കൊൽക്കത്തയിലെ നിരവധി സർക്കാർ സ്കൂളുകളിലെ ഭക്ഷണ വിതരണ ചുമതല ഇനി ഇസ്കോണുമായി ബന്ധപ്പെട്ട അന്നമിത്ര ഫൗണ്ടേഷനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവർ അവരുടെ മതപരമായ ആചാരപ്രകാരം പൂർണ്ണമായും സസ്യാഹാര ഭക്ഷണം മാത്രമേ തയ്യാറാക്കൂ. അതിനാൽ മുട്ടയും മെനുവിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുകയാണ്. ഒരു പൊതുക്ഷേമ പദ്ധതിയിലെ ഭക്ഷണത്തിന് ഒരു മതസംഘടനയുടെ വിശ്വാസമനുസരിച്ച് മാറാനാകുമോ? ഇതാണ് ഇപ്പോൾ ബംഗാളിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. മുൻപ് വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മുട്ടയും മറ്റു ദിവസങ്ങളിൽ ചോറും പരിപ്പ് കറിയുമായിരുന്നു ലഭിച്ചിരുന്നത്. പുതിയ സംവിധാനത്തിൽ മുട്ടയ്ക്ക് പകരം സോയ, പനീർ, രാജ്മ, പരിപ്പ് തുടങ്ങിയ സസ്യ പ്രോട്ടീനുകൾ നൽകുമെന്ന് സർക്കാർ പറയുന്നു. അതുകൊണ്ട് പോഷകാഹാരത്തിൽ കുറവുണ്ടാകില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ വിമർശകർ അതിനെ എളുപ്പത്തിൽ അംഗീകരിക്കുന്നില്ല. അവരുടെ വാദവും വളരെ വ്യക്തമാണ്. മുട്ട വില കുറഞ്ഞതും കുട്ടികൾക്ക് എളുപ്പത്തിൽ കഴിക്കാവുന്നതുമായ സമ്പൂർണ്ണ പ്രോട്ടീൻ ഉറവിടമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നാക്ക കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്കൂളിൽ കിട്ടുന്ന ആ ഒരു മുട്ട ദിവസത്തെ ഏറ്റവും വലിയ പോഷക സമൃദ്ധമായ ഭക്ഷണമായിരിക്കാം. പോഷകാഹാര വിദഗ്ധരും പറയുന്നത് സോയയും പരിപ്പും നല്ല പ്രോട്ടീൻ സ്രോതസ്സുകളാണെങ്കിലും മുട്ടയ്ക്ക് സമാനമായ ഗുണം ലഭിക്കാൻ ശരിയായ അളവിലും സംയോജനത്തിലും അവ നൽകേണ്ടതുണ്ടെന്നാണ്. ഈ വിഷയത്തിൽ കൂടുതൽ വിവാദമാക്കിയത് ഇസ്കോണിന്റെ ഒരു പഴയ നിലപാടാണ്. ഇസ്കോൺ പറയുന്നത് ഭക്ഷണം വെറും വയർ നിറയ്ക്കാനുള്ളതല്ല, അത് ആത്മീയ ശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ അവർ തയ്യാറാക്കുന്ന ഭക്ഷണം പൂർണ്ണമായും സാത്വികവും സസ്യാഹാരവുമായിരിക്കും. എന്നാൽ വിമർശകർ ചോദിക്കുന്നത് മറ്റൊന്നാണ്. ഇതൊരു ക്ഷേത്രത്തിലെ പ്രസാദമല്ല, ഇത് നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു സർക്കാർ ക്ഷേമ പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയിലെ ഭക്ഷണക്രമം മതപരമായ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി തീരുമാനിക്കേണ്ടതുണ്ടോ? അതാണ് പ്രധാന ചോദ്യം. പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഭരണപരമായ തീരുമാനം മാത്രമല്ല, മറിച്ച് സസ്യാഹാരം സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്നതാണ്. അവരുടെ അഭിപ്രായത്തിൽ ഇന്ത്യ പോലുള്ള വൈവിധ്യമാർന്ന രാജ്യത്ത് കുട്ടികൾക്ക് എന്ത് ഭക്ഷണം നൽകണമെന്നത് ശാസ്ത്രീയ പോഷകാഹാര മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാകണം, മതപരമായ ആശയങ്ങളല്ല തീരുമാനിക്കേണ്ടത്. മറുവശത്ത് സർക്കാർ പറയുന്നത് മറ്റൊന്നാണ്. മുട്ട ഒഴിവാക്കിയാലും കുട്ടികൾക്ക് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്ന തരത്തിലാണ് പുതിയ മെനു തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ ആരോഗ്യപരമായ നഷ്ടമൊന്നും ഉണ്ടാകില്ലെന്നാണ് അവകാശവാദം. ഇവിടെ വീണ്ടും ചർച്ച ഉയരുന്നു. കാഗിതത്തിൽ എഴുതിയിരിക്കുന്ന പോഷകമൂല്യവും കുട്ടികൾ യഥാർത്ഥത്തിൽ കഴിക്കുന്ന ഭക്ഷണവും ഒരുപോലെയാണോ? മുട്ട മിക്ക കുട്ടികളും ഇഷ്ടത്തോടെ കഴിക്കും. പക്ഷെ സോയയോ രാജ്മയോ എല്ലാവരും അതേ രീതിയിൽ കഴിക്കുമോ? അത് മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വർഷങ്ങളായി മുട്ടകളെക്കുറിച്ചുള്ള സമാന വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ മതപരമായ കാരണങ്ങളാൽ മുട്ട നൽകാൻ മടിച്ചു. മറ്റു ചില സംസ്ഥാനങ്ങൾ പോഷകാഹാരത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി മുട്ട തുടർന്നു. അതിനാൽ ബംഗാളിലെ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല. ഭക്ഷണം, സംസ്കാരം, മതം, രാഷ്ട്രീയം ഈ നാലും ഒരുമിച്ച് ചേരുമ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പതിവാണ്. അതേസമയം വിവാദം ശക്തമായതോടെ മുട്ട വിതരണം തുടരാൻ ഒഡീഷ മാതൃക പോലുള്ള ഒരു വഴിയും ബംഗാൾ സർക്കാർ പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതായത് ഇസ്കോൺ നൽകുന്ന സസ്യാഹാര ഭക്ഷണത്തിന് പുറമെ സ്കൂളുകൾക്ക് പ്രത്യേകം ഫണ്ട് നൽകി മുട്ട വാങ്ങാൻ അനുവദിക്കുന്ന മാതൃക. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഒരു പൊതുക്ഷേമ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദു ആരായിരിക്കണം? മതവിശ്വാസമോ, രാഷ്ട്രീയമോ, അല്ലെങ്കിൽ കുട്ടികളുടെ പോഷകാഹാരമോ? ഇതാണ് രാജ്യവ്യാപകമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനാൽ ഈ വിവാദം വെറും മുട്ട വേണമോ വേണ്ടയോ എന്നതിൽ ഒതുങ്ങുന്നില്ല. പൊതുനയങ്ങൾ ശാസ്ത്രീയ തെളിവുകളെ അടിസ്ഥാനമാക്കിയാണോ രൂപപ്പെടേണ്ടത്, അല്ലെങ്കിൽ മത സാംസ്കാരിക വിശ്വാസങ്ങൾക്കും അതിൽ നിർണായക സ്വാധീനമുണ്ടാകണമോ എന്ന വലിയ ചർച്ചയിലേക്കാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. അവസാന തീരുമാനം എടുക്കേണ്ടത് സർക്കാരിനാണ്. എന്നാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് സ്കൂളുകളിലെ കുട്ടികളായിരിക്കും.